ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന പ്രൊഡക്ട്സ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ പർച്ചേസ് ചെയ്ത് ഏതൊക്കെയാണ് പ്രോഡക്റ്റ്സ് എന്ന് കാണണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. بصراحة هيدي كذبت كل شاب بيقلي إني الأحلى والبنت اللي بيرتاح لها بيطلع كذاب وما بينحب لا بس هو منه مثلن كلن. ഹലോ, വെൽക്കം ബാക്ക് ടു റിഷൂസ് ടോപ്പിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ പോകുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ണൂരിൽ പയ്യന്നൂരിൽ തൃക്കരിപ്പൂർ സൈഡിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത ഐറ്റംസ് ആട്ടോ. അപ്പോൾ നമ്മളെ നാട്ടുകാരായിട്ട് തന്നെ വരും. ഞാനും കണ്ണൂരിൽ നിന്നാണ്, കണ്ണൂർ മാട്ടൂൽ നിന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്ലേസ് വരുന്നത് കണ്ണൂർ പയങ്ങാടി. അത് പക്ഷേ നമ്മുടെ ഏരിയയിലെന്ന് പറയുന്നത് മാട്രിലീനിയൽ ഫാമിലി സിസ്റ്റമാണ്. അതായത് നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ആട്ടോ നിൽക്കുക. അപ്പം ആ ഒരു സിസ്റ്റമാണ് നമ്മളെ നാട്ടിൽ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിപ്പോഴും മാട്ടൂക്കാരിയായിട്ട് തന്നെ മാട്ടൂർ തന്നെ കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഒരുപാട് അടിപൊളി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് തന്നെ കാണിച്ച ചെറിയ സ്നാക്ക് ബോൾസാണ്. അത് സ്റ്റാറിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. ഇത് നമുക്ക് പ്രസൻറ്റേഷൻ ബോളായിട്ട് നമുക്കിതിൽ വേണമെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസോ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത് അത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ അറൗണ്ട് 12 പീസസ് ആണ് എടുത്തത് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് ഗ്രാനൈറ്റിൻ്റെ കാസ്റ്റ് പാൻ സെറ്റാണ്. 3 എണ്ണം വരുന്ന സെറ്റാട്ടോ. ഇത് ഷാലോ പാൻസ് ആണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ജസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണുന്നില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് ചെറിയ ചെറിയ യൂസസിനൊക്കെ നമുക്ക് വേഗം എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് സിലിക്കോൺ ഹാൻഡിൽസ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അത് ഫിറ്റ് ചെയ്യുക യൂസ് ചെയ്യുമ്പം. പിന്നെ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ എന്ത് പാത്രം യൂസ് ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും ഫ്ലെയിം കൺട്രോൾ ചെയ്യാം. പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രാനൈറ്റ് പാന് എന്തായാലും കാസ്റ്റ് ആൻഡ് പാനിൻ്റെ വെയിറ്റ് വരില്ല. അത്യാവശ്യം നല്ല ഹെവിയാണ് കാസ്റ്റ് ആൻഡ് പാൻസ് ഉണ്ടാവുക കേട്ടോ. ഈ ഗ്രാനൈറ്റ് പാന് നമുക്ക് ഈസി ടു യൂസ് ആട്ടോ. അതായത് ഒരുപാട് വെയിറ്റും ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് എന്ത് യൂസിനും പെട്ടെന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാൻ തോന്നും കേട്ടോ. നമുക്കൊരു ഭയങ്കര കംഫർട്ടാണ് ഇങ്ങനത്തെ പാൻസ് യൂസ് ചെയ്യുമ്പം. പിന്നെ പെട്ടെന്ന് സ്റ്റിക്കി ആവുന്നുള്ളൊരു കുഴപ്പം വരുന്നില്ല. ഇത് നോൺ സ്റ്റിക്കാണ്. കാസ്റ്റ് ആണല്ലോ, നമുക്ക് സ്റ്റിക്ക് ആവുന്ന ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അതായത് നമ്മൾ കുറച്ചധികം ഓയിൽ യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പം അത് പാനിന് സ്റ്റിക്കാവുമ്പം അതൊരു ബുദ്ധിമുട്ട് തന്നെയാലോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ യൂസസിന് നമുക്ക് ഗ്രാനൈറ്റ് പാൻസ് യൂസ് ചെയ്യാം. ഗ്രാനൈറ്റ് പാൻസ് വെരി കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കാസ്റ്റ് ആൻഡ് ഗ്രാനൈറ്റ് കോട്ടിങ് വരുന്ന പാൻസും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഹോം ബോക്സിൽ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കുന്നില്ല, അടുത്തൊരു റീലായിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്ന ഇതാ നമ്മളെ റൊട്ടേറ്റിംഗ് സ്പൈസ് റാക്കാണ്. നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ കണ്ടിനോന്ന് അറിയില്ല, എൻ്റെ ഉമ്മയുടെ സിസ്റ്റർ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിനോന്ന് അറിയില്ല. അതിൽ ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. അറൗണ്ട് 18 സ്പൈസ് ജാർസ് വരുന്നുണ്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള. അപ്പം 18 തരം സ്പൈസസ് നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഭയങ്കര എസ്തെറ്റിക്കാണ് നമ്മുടെ കിച്ചണിൽ ഇത് പ്ലേസ് ചെയ്യുമ്പം. പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ റൊട്ടേറ്റിംഗ് വീഡിയോ ഞാൻ യൂഷ്വലി മൊബൈലിൽ നിന്ന് വേഗം വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യും. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് തന്നെ പിന്നെ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലില്ല. നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോ എന്നെ ചെക്കൗട്ട് ചെയ്ത് നോക്കും കേട്ടോ. بيطلع كذاب وما بينحب لا بس هو منه مثلن كلن لا محال جروحي من محلن وعيشني أحلى قصة حب ترك لي مطرح جوا القلب نصيان. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മൾ ഹോം ബോക്സിൽ നിന്ന് എടുത്ത ചെറിയൊരു ബോൾസാണ്. ഇത് ആക്ച്വലി അറൗണ്ട് 2 ദിറംസിനാട്ടോ ലിസ്റ്റായിട്ട് ഉണ്ടായത് നമ്മൾ എടുക്കുമ്പം. പക്ഷേ നമുക്ക് മാക്സിമം 5 എണ്ണ ഇത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടുള്ളൂ.
മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെൻഡുകൾ നല്ല രീതിയിൽ നമ്മൾ ട്രാക്ക് ചെയ്യും, ഏത് അഡ്രസ്സിലാണ് പ്രൊഡക്ട്സ് പോകുന്നത്. എനിക്ക് തോന്നുന്നു കുറേ പേരിങ്ങനെ പ്രോഡക്റ്റ്സ് ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ബൾക്കായിട്ട് സെല് ചെയ്യുന്നു, എന്തോ കാര്യം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് തോന്നുന്നത് അറിയില്ല, ട്രെൻഡുകൾ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇവർ പറഞ്ഞിട്ടുണ്ടായത് ഇത് അറൗണ്ട് 20 പീസസ് ആയിട്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബൗൾസ്. പക്ഷേ എനിക്ക് മാക്സിമം 5 എണ്ണ അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടുള്ളൂ. ഞാൻ വേറൊരു അക്കൗണ്ടിൽ നിന്നും 5 എണ്ണം എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രെൻഡ്യോൾ അത് ഓർഡർ ക്യാൻസൽ ചെയ്തു ട്രെൻഡ്യോളുടെ എൻഡിൽ നിന്ന് കേട്ടോ. എന്നിട്ട് ഒരു ക്യാഷ് എനിക്ക് റീഫണ്ട് ചെയ്തായിരുന്നു ട്രെൻഡ്യോൾ. നെക്സ്റ്റ് ഇതൊരു ഡിഷ് റാക്കാണ്. നമ്മൾ ബ്ലാക്ക് സീരീസിൽ വരുന്ന ഒരു ഡിഷ് റാക്കാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുക, നിങ്ങൾ വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോളി. പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നതും ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. കാരണം അത്രയും ചെറിയ പ്രൈസിലാണ് ഇത് ട്രെൻഡ്യോളിൽ ലിസ്റ്റായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഐക്കയിൽ കണ്ടിട്ടുണ്ടാവും സിമിലർ ആയിട്ടുള്ള കപ്പ്. അപ്പോൾ ഇത് ഹോം ബോക്സിൻ്റെ കപ്സാണ്. അപ്പോൾ ഇതിന് ആകെ 1 പോയിൻറ്റ് സംതിങ് വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ എടുക്കുന്ന ടൈം എനിക്ക് തോന്നുന്നു അതിലും കുറച്ച് കുറവായിരുന്നു തോന്നുന്നത്. പക്ഷെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര കംഫർട്ടബിളാണ്. ഐക്കിൻ്റെ കപ്പിനെക്കാട്ടിയും കംഫർട്ടബിളാണ്. കാരണം ഇതിൻ്റെ ഹാൻഡിൽ കുറച്ചുകൂടെ നമുക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കപ്സാട്ടോ. നിങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളി. അപ്പോൾ അറൗണ്ട് 5 അതും നമുക്ക് മാക്സിമം കിട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ. നെക്സ്റ്റ് ഷുഗർ പോട്ട്സ് ആണ്. നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഷുഗർ പോട്ട്സ് ആണ്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് റെക്റ്റാങ്കുലർ ഡിഷസ് ആണ്. ഹോം ബോക്സിൻ്റെ പ്രൊഡക്ട്സ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. കുറേ നമ്മളിതൊരു സെറ്റായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ഓരോ സൈസിലായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ സൈസ് വൈസ് നിങ്ങളോട് പറഞ്ഞിരുന്നില്ല. എൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്തോ. സൂപ്പർ ക്വാളിറ്റി കേട്ടോ. ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ പറയാനില്ല, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാത്രങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഫുള്ളൊരു സെറ്റായിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രേസ് ആണ്. അതുപോലെ നമുക്ക് ഓവനിൽ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഷസാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ പല സൈസായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലോഫ് ഡിഷ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ടാർട്ട്. അപ്പോൾ ഇത് ഓവറോൾ നമ്മൾ ഒന്നിച്ച് ഫുഡ് സെർവ് ചെയ്യുമ്പം നല്ല രസം ഉണ്ടാവും കേട്ടോ. വൈറ്റ് സീരീസിലാണ് ഇവരെല്ലാം ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. നിങ്ങൾ എന്ത് പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോഴും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എങ്ങനെയാണത്. അത് ചില ആൾക്കാരിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അവർ ഐഡിയ വെച്ച് പർച്ചേസ് ചെയ്യുന്ന ആളാണോ അല്ല, അവർ ജസ്റ്റ് റാൻഡംലി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവരെ ഞാൻ നോട്ട് ചെയ്തതിൽ ഇവർ എല്ലാ പ്രൊഡക്ട്സും ഒരു സെറ്റായ രീതിയിലാണ് ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഫുഡ് പ്രസൻറ്റേഷന് ഇവർ മൊത്തം ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു കളറാണ്. അതുപോലെ തന്നെ പിന്നെ ചില ആൾക്കാർ ഡിഫറെൻറ്റ് കളേഴ്സിൽ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി പുതിയ പാത്രങ്ങൾ വാങ്ങിക്കണമെന്നില്ല. നമ്മളെ വീട്ടിലുള്ള പാത്രങ്ങൾ തന്നെ അതൊരു ക്രിയേറ്റീവായ രീതിയിൽ സെർവ് ചെയ്യുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം. നെക്സ്റ്റ് ഒരു സ്പൈസ് ഓർഗനൈസറാണ്. ഇതും നല്ല സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന്. വീണ്ടും ഞാൻ അൺബോക്സ് ചെയ്യുന്നത് ഞാൻ കുറച്ച് പ്രസൻറ്റേഷൻ ഡിഷസ് കാണിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കി പ്രൊഡക്ട്സ് ആണ്. അപ്പം ഇതാണ് ലോഫ് ഡിഷ്. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ ബ്രെഡ്, കേക്ക് അല്ലെങ്കിൽ ലസാന, പാസ്ത അതൊക്കെ അതിൽ കുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒരാൾ അത് വാങ്ങിച്ചിട്ട് പിന്നെ കുക്ക് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെൻഡോളിൽ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ഡിഷസൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, പിന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഹോം ബോക്സിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കിത് അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്നത് കേട്ടോ. അത്ര വലിയ റേറ്റ് വരുന്നില്ല ഈ ഒരു പ്രൊഡക്ട്സിനൊക്കെ. നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ടാർട്ട് ഡിഷാണ്. നമുക്കിതിൽ വേണമെങ്കിൽ ടാർട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫുഡ് സെർവ് ചെയ്യുക. നമുക്കൊരു അഫോർഡബിൾ റേഞ്ചിൽ വീട്ടിലേക്ക് ഐറ്റംസ് വേണമെങ്കിൽ ഹോം ബോക്സ് ബെസ്റ്റ് ഓപ്ഷനാണ്. ഹോം ബോക്സിൻ്റെ കളക്ഷൻസും അടിപൊളിയാണ്, അതുപോലെ പ്രൊഡക്ട്സും അടിപൊളിയാണ്. നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കുക ഐക്യയിലാണ് കുറച്ചുകൂടെ അഫോർഡബിൾ ഐറ്റംസ് ഉണ്ടാവുകയാണ്. പക്ഷേ ഹോം ബോക്സിൽ നോക്കുമ്പോൾ അതിനേക്കാളും ഐക്യനെക്കാട്ടിയും കുറവായിട്ടാണ് കാണുന്നത്. ഹോം ബോക്സ് പ്രൊഡക്റ്റ് ട്രെൻഡോളിലൂടെ പർച്ചേസ് ചെയ്യുമ്പം ഇതിലും നല്ല റിഡക്ഷൻ കിട്ടും. അതായത് നിങ്ങൾ കോഡും അതുപോലെ തന്നെ കൂപ്പൺസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹോം ബോക്സ് കൂപ്പൺസ് തരും കേട്ടോ, ലൈക്ക് 40% ഒക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വെച്ച് പർച്ചേസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇതിലും റിഡക്ഷനിൽ കിട്ടും. പക്ഷെ നമുക്ക് എപ്പോഴും കൂപ്പൺസ് കിട്ടില്ല കേട്ടോ. അത് നമ്മൾ ഈ ട്രെൻഡോളിൽ തന്നെ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ എപ്പോഴും നമ്മുടെ കാർട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് കാർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂപ്പൺസ് വന്നിട്ടുണ്ടോ എന്ന രീതിയിൽ. ഈ കൂപ്പൺസൊക്കെ സിസ്റ്റം ജനറേറ്റഡ് കൂപ്പൺസാണ്.
അപ്പോൾ ലിമിറ്റഡ് ടൈമിലേ അതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ്സ് ആരും മിസ്സാക്കേണ്ട, പ്രോപ്പറായിട്ട് കണ്ടോളി. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിച്ചത് വോക്ക് പാനാണ്. അപ്പോൾ നമ്മളിത് എടുത്തിട്ടുള്ളത് ടാക്കിൻ്റെ വലിയൊരു സെറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റ് വാങ്ങിച്ചാൽ അത്യാവശ്യം എല്ലാ പ്രോഡക്റ്റ്സും നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം എല്ലാ പ്രോഡക്റ്റ്സും കേട്ടോ ഞാൻ ഉദ്ദേശിച്ച എല്ലാ പ്രോഡക്റ്റ്സും കിട്ടില്ല, എന്നാലും ഒരുവിധം എല്ലാ സൈസ് പാൻസും കാര്യങ്ങളും എനിക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ഇപ്പോൾ കാണിച്ചൊരു പാനില്ലേ, അത് നിങ്ങൾ കണ്ടിന്യൂന്ന് അറിയില്ല, റോസ്റ്റിംഗ് പാനായിട്ടോ അല്ലെങ്കിൽ കടായി പാനായിട്ടോ നിങ്ങൾക്ക് പല രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതാ റെക്റ്റാങ്കുലർ പാനും ഇതിൽ വരുന്നുണ്ട്. അതിൻ്റെ കൂടെയൊക്കെ ഇതാ സിലിക്കോൺ ഹാൻഡിൽസൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് കൈ പിടിച്ചാൽ ചൂടാവും എന്നുള്ളൊരു കുഴപ്പം വരുന്നില്ല. നമുക്കത് നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് ഈ ഒരു സിലിക്കോണിൻ്റെ ഹാൻഡിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് റിമൂവബിളും ആണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി. പിന്നെ ഇതിനൊക്കെ ഗ്ലാസ് ലിഡാണ് വരുന്നത്. അപ്പോൾ ഈ സീരീസിൽ കുറേ വേറെയും സെറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇത് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്യാണ്. പിന്നെ ഇതാ ഗ്രിൽ പാൻ ഉണ്ട്. അപ്പോൾ ഇവർ ചൂസ് ചെയ്തത് എല്ലാ പാൻസും ബ്ലാക്കിലാട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് ബ്ലാക്കിനോടായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് പല കളേഴ്സിനോടാണ് ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് വോക്ക് പാനാണ്. അപ്പോൾ ഇത് ഈ ഒരു വോക്ക് പാൻ ഉണ്ടോയെന്ന് തന്നെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ സെറ്റിൽ വോക്ക് പാനും കൂടി കിട്ടിക്കൊണ്ട് നന്നായി. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ഗ്രാനൈറ്റ് സീരീസിലാണ് ഇത് വരുന്നത്. പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ഇതാ ഗ്രിൽ പാനാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സെറ്റിൽ തന്നെ അത്യാവശ്യം എല്ലാ മോഡൽ പാൻസും വരുന്നുണ്ട്. പിന്നെ ഇതൊരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള പാനാണ്. അപ്പോൾ ഇവർ കുക്കിങ്ങിന് മൊത്തമായിട്ട് ബ്ലാക്കിലാണ് എടുത്തത്. അപ്പോൾ ഇവർക്ക് മൊത്തം ആ ഒരു ബ്ലാക്ക് സീരീസിലാട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ എക്സ്ട്രാ സിലിക്കോൺ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് കടായി പാൻ വരുന്നത്. അപ്പോൾ ഈ ഒരു പാൻ ഇതിൻ്റെ ഇടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി വലിയ പാനാട്ടോ, നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, വലിയ സൈസാണ് ഈ പാന് വരുന്നത്. അതുപോലെ ഒരുപാട് യൂസസിന് നമുക്ക് ആ പാൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെറ്റിൽ നമ്മളിത് എക്സ്ട്രാ വാങ്ങിച്ചതാട്ടോ അത്. അപ്പം ഞാനിത് കറക്റ്റ് പറഞ്ഞിരുന്നെങ്കിൽ കറക്റ്റ് പറഞ്ഞുതരാം. ഇവർ ആക്ച്വലി ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ആ ഒരു സെയിം ഡിസൈനിലാണ് വേറെ 2 പാൻസൊക്കെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ വേണമെങ്കിൽ നിങ്ങൾ എന്നെ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ജസ്റ്റ് പാത്രങ്ങൾ മാത്രം കാണിക്കാട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇതാ 2 ഷാലോ പാനാണ് വരുന്നത്, സെയിം ഡിസൈനിലാണ് വരുന്നത്. ഇതിനും സിലിക്കോൺ ഹാൻഡിൽസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, നമുക്ക് കുക്ക് ചെയ്യുമ്പം അത് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രൈ പാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരേ ഡിസൈനിലാണ് വരുന്നത്. പിന്നെ ഇത് കാസ്റ്റ് അയൺ അല്ല കേട്ടോ. അപ്പോൾ ഇവർ ആദ്യം കാസ്റ്റ് അയൺ എന്ന് വെച്ചിട്ടായിരുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടായി. ഞാൻ പറഞ്ഞത് കാസ്റ്റ് അയൺ അല്ല, ഇത് ഗ്രാനൈറ്റ് പാനാണ് വരുന്നത്, ഗ്രാനൈറ്റ് കോട്ടിങ്ങിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു സെറ്റ് ഉണ്ട്. അപ്പോൾ ഇത് കാസ്റ്റ് അയൺ എന്ന് വെച്ചിട്ടായിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ അതിൻ്റെ സെല്ലറോട് ചോദിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞത് ഇത് കാസ്റ്റ് അയൺ പോട്ടല്ല, അത് ഗ്രാനൈറ്റ് കോട്ടിംഗ് ആണ് അതിനും വരുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു പോട്ട് സെറ്റാണ് നമ്മൾ ചൂസ് ചെയ്തത് കേട്ടോ. ഈ ഒരു ഡിസൈനാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഈ ഗ്രാനൈറ്റ് കുക്ക് വെയർ സെറ്റ് ശരിക്കും ഗ്രാനൈറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഫിനിഷിങ്, അതായത് ഇതിലൊരു കോട്ടിംഗ് ആണ് ഗ്രാനൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ആട്ടോ, ഈ ഒരു കുക്ക് വെയർ സെറ്റിൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നല്ല സ്മൂത്തായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എന്താ പറയുക, ആ ഒരു പാത്രങ്ങളുടെ ഭംഗി, ഇതൊക്കെയാണ് ഈ ഒരു ഗ്രാനൈറ്റ് കുക്ക് വെയർസിന് അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഗ്രാനൈറ്റ് കുക്ക് വെയർ സെറ്റിന് അറൗണ്ട് ഒരു 6 ലെയറെങ്കിലും ഉണ്ടാവും കേട്ടോ. അതായത് അതിൽ ഓരോ ലെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസും പിന്നെ പാത്രം കുറേ നാൾ ഡ്യൂറബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതിൻ്റെ ഒരു സ്ട്രെങ്ത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഓരോ ലെയറും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിലൊരു ലെയർ അലുമിനിയം ആയിരിക്കും. അപ്പോൾ ഈ ഒരു അലുമിനിയം ബേസ് വരുന്നത് നമുക്ക് ഗ്രാനൈറ്റ് കുക്ക് വെയർസിൽ ഈവൻ ആയിട്ടുള്ള ഹീറ്റ് ഡിസ്ട്രിബ്യൂഷന് നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു അലുമിനിയം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് വരുന്നുണ്ട്. ഡൈകാസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ പ്രസ്ഡ് അലുമിനിയം ആയിട്ട്, ഫോർജ്ഡ് അലുമിനിയം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡൈകാസ്റ്റ് അലുമിനിയത്തിൻ്റെ പോട്ട്സൊക്കെ നല്ല ഹെവി ആയിരിക്കും. പിന്നെ ഈ പ്രസ്ഡ് അലുമിനിയം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള പോട്ട്സ് ആയിരിക്കും. ഫോർജ്ഡ് അലുമിനിയം ഒരു നോർമലായിട്ട് ഉണ്ടാവൽ. അപ്പം ഡൈകാസ്റ്റ് അലുമിനിയത്തിൻ്റെ പോട്ട്സ് ഉണ്ടെങ്കിൽ അത് നല്ല ഹെവി ആയിട്ടുള്ള പോട്ട്സ് ആയിരിക്കും കേട്ടോ. പിന്നെ കുക്ക് വെയർ സെറ്റൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കെയർ ചെയ്യുക. നമ്മൾ ചൂടോടെ പാത്രം ഒരിക്കലും വാഷ് ചെയ്യരുത്. അതുപോലെ തന്നെ കത്തിയോ അല്ലെങ്കിൽ സ്ക്രാച്ച് ആകുന്ന ടൈപ്പ് മെറ്റലൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. ഒന്നെങ്കിൽ വുഡ് അല്ലെങ്കിൽ സിലിക്കോൺ ടൈപ്പ് ഓഫ് സ്പൂൺസ് യൂസ് ചെയ്യുക.
അതുപോലെ ഇത് നമ്മൾ കബോർഡിൽ സ്റ്റോർ ചെയ്യുമ്പം ചില ആൾക്കാർ ഇത് സ്റ്റാക്ക് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാറുണ്ട്, ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെച്ചിട്ട്. പക്ഷേ ആ ഒരു ടൈം ആ ഒരു 2 പാൻസിൻ്റെ അടുക്കായിട്ട് എന്തെങ്കിലും ബബിൾ റാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കാം അവിടെ. ഇത് രണ്ടും കൂടിയിട്ട് സ്ക്രാച്ചസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റിൽ ടോട്ടൽ ഇത്ര സ്ക്വയർ സെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനങ്ങ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതാട്ടോ. ഈ ഒരു സെറ്റിൽ തന്നെ അത്യാവശ്യം നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് പാൻസും കിട്ടി. നമുക്കിനി വേണമെങ്കിൽ ഒരു ബിഗ്ഗർ പാന് ബിഗ്ഗർ പോട്ട് വേണമെങ്കിൽ അത് എക്സ്ട്രാ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഇസ്താൻബുൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള, അതായത് മെയ്ഡ് ഇൻ ടർക്കി പ്രോഡക്റ്റാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാണ്. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റും ഡിന്നർ സെറ്റും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റിൽ വരുന്ന പ്ലേറ്റ്സിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആണ്, ഡിന്നർ സെറ്റിൽ വരുന്ന പ്ലേറ്റിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആട്ടോ. ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഷെയർ ചെയ്താട്ടോ. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. എനിക്ക് ഈ ഡിന്നർ സെറ്റിനെക്കാട്ടിയും കുറച്ചുകൂടെ ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാണ്. കാരണം അതിൽ വരുന്ന പ്ലേറ്റ്സും അതിൽ വരുന്ന ഓരോ കാര്യങ്ങളും കുറച്ചുകൂടെ വെറൈറ്റി ആയിരിക്കും. അതായത് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റിലെ സെർവിങ് പ്ലേറ്റിൻ്റെയും ഡിന്നർ സെറ്റിൽ വരുന്ന സെർവിങ് പ്ലേറ്റിൻ്റെയും സൈസസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന മെയിൻ ഹൈലൈറ്റ്, ബ്രേക്ക്ഫാസ്റ്റ് സെറ്റിലെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ടീ കപ്പും ഈ ടീ ഗ്ലാസും അതുപോലെ തന്നെ അതിൻ്റെ സോസറൊക്കെ ആയിരിക്കും. അപ്പം ഇത് ഒരു വൈറ്റ് ആൻഡ് ഗോൾഡ് തീമിലാണ് ഈ സെറ്റ് വരുന്നത്. അപ്പം നല്ല ക്യൂട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു സ്റ്റൈലിൽ തന്നെ ഫുഡൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു നല്ല ഭംഗി കിട്ടും കേട്ടോ. ഇതിൻ്റെ കൂടെ വരുന്ന ബാക്കി ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ഇത് വേണമെങ്കിൽ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് പോലെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതൊക്കെ പ്ലാറ്റേഴ്സായിട്ടും സെർവ് ചെയ്യാം കേട്ടോ. ഞാനിത് ഫുള്ളായിട്ട് അൺബോക്സ് ചെയ്യുന്നില്ല, നല്ല ടൈറ്റ് പാക്കിങ്ങിലാണ് ഉള്ളത്. ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ്. പിന്നെ എനിക്ക് വരുന്ന മെസ്സേജസ് എന്ന് പറയുന്നത് 1-2 പ്രോഡക്റ്റ്സ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, 1-2 പ്രോഡക്റ്റ്സ് നമ്മുടെ നാട്ടിലേക്ക്, അതും സീ കാർഗോ ആയിട്ട് അയക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറയാറുണ്ട് മിനിമം 30 kg വേണമെന്ന്. ആക്ച്വലി 30 kg എന്ന് പറയുന്നത് പെട്ടെന്ന് ആ വെയിറ്റ് ആവും കേട്ടോ. അതായത് ഇപ്പം നമ്മളൊരു കാസ്റ്റ് ആൻഡ് കുക്ക് വെയർ സെറ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു 15 kg ഉണ്ട്. പിന്നെ നമ്മളൊരു ഗ്രാനൈറ്റ് കുക്ക് വെയർ സെറ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു 8 to 10 kg വരും. അപ്പം പിന്നെ ഒരു ഡിന്നർ സെറ്റ് എടുക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു വേണമെങ്കിൽ 10 kg വരും. അപ്പം 30 kg എന്ന് പറയുന്നത് പെട്ടെന്നാവും. ഓക്കെ, 30 kg അല്ലാതെ ഏറ്റവും നല്ല പ്രൈസിൽ നിങ്ങൾക്ക് ഡോർ ടു ഡോർ ആയിട്ട് എനിക്ക് അയക്കാനുള്ളൊരു ഓപ്ഷൻ വേറെ ഇല്ല. ആക്ച്വലി കണ്ണൂർ സൈഡാണെങ്കിൽ നമുക്കൊന്ന് ഇപ്പോൾ ആലോചിക്കാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ആൾക്കാർ കണ്ണൂർ സൈഡിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ കണ്ണൂരിൽ ഒരു സൈഡിലാണ്, ഒരാൾ മറ്റേ സൈഡിലാണ്. അപ്പോൾ നമുക്ക് കണ്ണൂർ സൈഡിൽ നിന്ന് കുറച്ചുകൂടി ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് അത് ക്ലബ് അപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും കേട്ടോ. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു സാധനം തന്നെ ഞാൻ നാട്ടിലേക്ക് 2 ആൾക്കാണ് അയച്ചു കൊടുക്കുന്നത്. അതായത് 2 സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒന്നിച്ചൊരു അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കുന്നത്. യൂഷ്വലി ഞാനിങ്ങനെ കുറേ പേർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ 2, 3, 4 എത്രയോ ആൾക്കാർ ഒരേ അഡ്രസ്സിലേക്ക് ഞങ്ങൾക്ക് അയക്കാൻ പറ്റും. ഒരു അഡ്രസ്സിലേക്ക് ഡയറക്റ്റ് അയച്ച് നിങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നാട്ടിലേക്ക് ഒരു അഡ്രസ്സിലേക്ക് അയച്ച് അവിടെ നിന്ന് നിങ്ങൾ അഡ്രസ്സിലേക്ക് അയക്കുമ്പോൾ ഒക്കെ ഷിപ്പിംഗ് ചാർജ് ആക്ച്വലി കൂടെ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തന്നെ 2-3 ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കലായിരിക്കും ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക്. പിന്നെ ഇതാ ഇതിൻ്റെ കൂടെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്പൂൺസും വരുന്നുണ്ട്. ഇതിൻ്റെ ഷേപ്പ് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ. ഈ ഒരു കളർ കോംബോയും നല്ല ഭംഗിയുണ്ട്, വൈറ്റിൽ ഗോൾഡ് വരുന്നത്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഞാൻ കാണിച്ച എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്തൊക്കെ മതി കേട്ടോ. അപ്പോൾ അതിൽ പ്രോഡക്റ്റ് ഷോൺ ഇൻ ദ വീഡിയോ എന്നുള്ള ലിങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്ട്സും കാണാൻ പറ്റും, ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കോസ്മേഴ്സിൻ്റെ സ്റ്റീൽ കുക്ക് വെയർ സെറ്റാണ്. അത് ഓൾറെഡി നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ എപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ സജഷൻസും ഒക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ടോ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ. بصراحة هيدي أول مرة بصراحة هيدي كذبت كل شاب بيقلي
إني الأحلى، والبنت اللي بيرتاحلها بيطلع كذاب وما بينحب. لا بس هو منه مثلن كلن، لا محل جروحي من محلن، وعيشني أحلى قصة حب. ترك لي مطرح جوا القلب بنص القلب، القلب 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 القلب. بصراحة بطيبة قلبه مش موجود، بصراحة رح حبه بدون حدود. بيحميني بيبقى حدي، بيعمل لي شو ما بدي، عمري حده مليان ورود.